ഓപ്പണിംഗ് സീനില് നമ്മുടെ ആൾക്കാര് അവരാണെങ്കില് കുളിമുറി തേടി അങ്ങനെ നടക്കുകയാണ്. കുറേ ദൂരം മുൻപോട്ട് പോകുമ്പോ അവരൊരു ബാത്റൂം കാണും. അത് ഞാൻ കുളിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ നാമി അവള് കുളിക്കാൻ കയറും. ഡോറൊക്കെ അടച്ച് നമ്മുടെ രണ്ട് ആശാന്മാരും കുളിമുറിക്ക് മുൻപില് അവൾക്ക് വേണ്ടി കാത്തിരിക്കും. ചോപ്പർ പറയും, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഡോക്ടറിനെ ഒരു നോക്ക് കാണുക എന്നത്. പക്ഷെ ഡോക്ടർ ഇപ്പൊ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ ആളുടെ ലാബ് കാണാനാണ് എനിക്കിപ്പോ ഏറെ ഇഷ്ടം. അത് കേട്ട് ഉസോപ്പ് അവൾ ടെൻഷനാവും. നീ വെറുതെ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. നമുക്ക് എങ്ങനെയെങ്കിലും നേരം വെളുക്കുന്നത് വരെ ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അത് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോണം. ഉടനെ നാമി അവള് വിളിച്ചു പറയും, നേരം വെളുക്കാൻ നമ്മൾ കാത്തു നിൽക്കുന്നില്ല. നമ്മൾ 3 പേരും കുളിച്ച് ഫ്രഷായി കഴിഞ്ഞാൽ ഈ രാത്രി തന്നെ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയിരിക്കും. ഉടനെ ഉസോപ്പ് ആണെങ്കിൽ അത് കേട്ട് ഷോക്കായി ഡോർ തുറന്ന് അവളോട് ചോദിക്കും, നമ്മൾ ഈ രാത്രി ആ സിമിത്തേരി വഴി കടന്നുപോയ ഉറപ്പായിട്ടും ആ സോംബികൾ വീണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്യും. നാമിക്കാണെങ്കിൽ അവളുടെ കൺട്രോൾ പോവും. കുളിച്ചോണ്ടിരിക്കുമ്പോഴാണോ ഡോർ തുറക്കുന്നേന്ന് ചോദിച്ച് അവൾ കപ്പെടുത്ത് അവന്റെ തലക്കേറിയും. ഉസോപ്പ് വീണ്ടും ഇപ്പൊ ഡോർ ക്ലോസ് ചെയ്ത് പുറത്തിരിക്കും. ഉസോപ്പ് പറയും, നാമി ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് കേൾക്ക്. ഉറപ്പായിട്ട് ലൂഫി നമ്മളെ അന്വേഷിച്ച് വരാതിരിക്കില്ല. അതിന് ചോപ്പറും ഇപ്പൊ ഉസോപ്പിനെ സപ്പോർട്ട് ചെയ്യും. അതെ, ഉസോപ്പ് പറഞ്ഞത് തന്നെയാണ് ശരിയായ കാര്യം. ഈ രാത്രി നമ്മൾ അതുവഴി പോകുന്നത് ഒട്ടും സേഫ് അല്ല. എന്തായാലും ഡോക്ടർ ഇന്നൊരു ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ടൈം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാളെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നവർ പറയുമ്പോഴേക്കും ഒരു പൂച്ച അവരെ ക്രോസ് ചെയ്ത് പോവും. പക്ഷെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിനെ ശ്രദ്ധിക്കില്ല. അപ്പോഴായിരിക്കും നാമി പറയാ, വിഡ്ഢികളെ, നിങ്ങൾ ചുറ്റും നോക്ക്. ഈ മാൻഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് സസ്പീഷ്യസ് ആയിട്ട് ഒന്നും തോന്നില്ലേ? ആക്ച്വലി ഈ മാൻഷനിലും ഒരുപാട് സോംബീസ് ഉണ്ട്. അതിന്റെ പല അടയാളങ്ങളും ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. മാത്രമല്ല ആ ഡോക്ടർ അദ്ദേഹത്തിന് സോംബീസുമായിട്ട് കണക്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും ഇത്രയും വലിയൊരു ഐലാൻഡില് ഒറ്റയ്ക്ക് ഈ മാൻഷനിൽ ജീവിക്കാനായിട്ട് കഴിയില്ല. പുറം ലോകം ഈ സത്യം ഒന്നും മനസ്സിലാക്കാതിരിക്കാനാണ് അദ്ദേഹം നമ്മളോടും കുറച്ച് കളവൊക്കെ പറഞ്ഞത്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് തിരികെ കപ്പലിലെത്തണം. നാമി പറഞ്ഞതും ഇപ്പൊ ചോപ്പറിന്റെ ഉസോപ്പിന്റെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടാനായിട്ട് തുടങ്ങും. അവരപ്പോഴായിരിക്കും ആ മാൻഷനിലുള്ള ചില വിചിത്രങ്ങളായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുക. പക്ഷെ ചോപ്പർ ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ ഡോക്ടറെ കുറിച്ച് ആലോചിക്കും. ഡോക്ടർ വളരെ ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യനാണ്. ആളൊരിക്കലും കള്ളം പറയാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ തല താഴ്ത്തിയിരിക്കും. ഇവിടെ നാമിയാണെങ്കിൽ അവൾ ഉറപ്പിച്ചു പറയും, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള വഴി അത് കണ്ടെത്തണം, അല്ലെങ്കിൽ വലിയ അപകടമാണെന്ന് പറയുമ്പോഴേക്കും എന്തോ ഒരു ശബ്ദം അവൾ കേൾക്കാനായിട്ട് ആരംഭിക്കും. ആരോ അവളുടെ തൊട്ട് പിന്നിൽ നിന്നായി പറയും, ഓ നിനക്കപ്പോ നല്ല ബുദ്ധിയുണ്ടല്ലേ, ഞങ്ങളുടെ മൂവ്മെന്റ്സ് നീ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ലേ. നാമി ആണെങ്കിൽ ഒരു സെക്കൻഡ് പേടിച്ച് അവളുടെ ജീവൻ പോവും. അവൾ ചോപ്പറിനെയും ഉസോപ്പിനെയും വിളിക്കും. അവരോട് ചോദിക്കും, ചോപ്പർ, ഉസോപ്പ്, നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഈ ബാത്റൂമിൽ ആരോ ഉണ്ട്, എന്നോട് ആരോ ഇപ്പൊ സംസാരിച്ചു. പക്ഷെ ചോപ്പർ ഉസോപ്പും പറയും, ഇവിടെ ആരുമില്ലല്ലോ, ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തോ ഒരു പവർ അത് നല്ല ഫോഴ്സിൽ വന്ന് നാമിയുടെ കൈ രണ്ടും പുറകിലേക്ക് പിടിച്ചു വലിക്കും. എന്നിട്ട് വീണ്ടും ആ ഫോഴ്സ് ഇപ്പൊ നാമിയോട് സംസാരിക്കും. കപ്പലിൽ കണ്ട പെണ്ണിനെ കഴിഞ്ഞും നീ വീക്കാണ്, ഓൾമോസ്റ്റ് എന്നെ പോലെ തന്നെ എന്ന് പറഞ്ഞ് നാമിയുടെ വാ അത് പൊത്തിപ്പിടിക്കും. ഇവിടെ ചോപ്പറിനും ഉസോപ്പിനും എന്തോ ഒരു സംശയം തോന്നി അവർ ഡോർ തുറന്ന് അകത്തേക്ക് വരും. പക്ഷെ നാമി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ് ആ ഒരു പവർ അവളെ റിലീസ് ചെയ്യും. അവള് നിലവിളിച്ചു പറയും, ചോപ്പർ, ഉസോ, ഇനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്ക്, എന്തോ ഒരു പവർ അതിനെ അറ്റാക്ക് ചെയ്തു. അത് കേട്ട് ചോപ്പർ അവൻ സ്മെല്ല് ചെയ്ത് നോക്കും. അപ്പൊ അവനും മനസ്സിലാവും മറ്റെന്തോ ഒരു പവർ ഇവിടെ ഉണ്ടെന്ന്. കാര്യം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ ആ ഇൻവിസിബിൾ പവർ അത് വിൻഡോ തുറന്ന് പുറത്തേക്ക് പോവാൻ ശ്രമിക്കും. അടുത്ത സെക്കൻഡ് ഉസോപ്പ് അവന്റെ ഗോലി വെച്ച് ആ ഭാഗത്തേക്ക് നല്ല ഫോഴ്സില് ആഞ്ഞടിക്കും. ആ ഒരു ഗോലിയുടെ ശബ്ദം അതിപ്പോ ആ മാൻഷൻ മുഴുവൻ മുഴങ്ങി കേൾക്കാണ്. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കപ്പൽ കാണിക്കും. കപ്പലിലാണെങ്കിൽ ലൂഫിയും ടീമും പെട്ടുകിടക്കുകയാണ്. അവരുടെ കപ്പൽ ചെറിയ ഗോയിൻമറി, ഡൂക്കിന്റെ കപ്പല്, അങ്ങനെ 3 എണ്ണവും അതിൽ പെട്ട് കിടക്കാണ്. സാഞ്ചി പറയും, ഇനി ഇവിടെ ഇങ്ങനെ നിന്നാ നാമിക്കും ചോപ്പറിനും ഉസോപ്പിനും അവർക്ക് 3 പേർക്കും എന്തെങ്കിലും സംഭവിക്കും. സോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് അവരെ രക്ഷിച്ചേ പറ്റൂ. പക്ഷെ സോറോ ആണെങ്കിൽ അവൻ തീർത്തു പറയും, ആക്ച്വലി ഇത് മുഴുവൻ ഒരു ട്രാപ്പാണ്. നിങ്ങൾക്കത് ഇതുവരെയായിട്ട് മനസ്സിലായില്ലേ? എന്തോ ഒരു പവർ ഒരു ട്രാപ്പിലേക്ക് നമ്മളിപ്പോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഒരു കാരണവശാലും എവിടേക്കും പോകാൻ പാടില്ല, കപ്പലിൽ തന്നെ വേണം നമ്മൾ നിൽക്കാൻ. പക്ഷെ ലൂഫി ആണെങ്കിൽ വീണ്ടും
സോറോയെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വേറെ വഴിയില്ലാതെ സോറോയും അവരുടെ കൂടെ ആ സ്റ്റെപ്പ് വഴി താഴേക്കിറങ്ങും. ആക്ച്വലി ഈ സ്ഥലത്താണ് നാമിയും ടീമും വന്നു വീണത്. ഇവിടെ ലൂഫിക്കും ടീമിനും ആണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. അവരങ്ങനെ മുൻപോട്ട് നടക്കും. അപ്പൊ അവരുടെ തൊട്ടു മുൻപിലായി നമ്മൾ മുൻപ് കണ്ട ആ ഒരു 3 തലയുള്ള മൃഗം. ലൂഫിക്കാണെങ്കിൽ അതിനെ കണ്ട് വറുത്ത് തിന്നാൻ തോന്നും. റോബിനാണെങ്കിൽ അതിനെ കണ്ട് കൊഞ്ചിക്കാൻ തോന്നും. സാഞ്ചിക്കാണെങ്കിലോ അതിനെ എങ്ങനെ ഒരു അടിപൊളി ഡിഷാക്കി മാറ്റാം എന്ന് ആലോചിക്കാൻ തുടങ്ങും. ആ ആനിമൽ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി മുരയ്ക്കാൻ തുടങ്ങും. അത് കണ്ട് ലൂഫി ഇതിന്റെ അടുത്തേക്ക് വന്ന് ചെറുതായിട്ടൊന്ന് കൊഞ്ചിക്കും. അതിനുശേഷം കൈ ചുരുട്ടി ഒരൊറ്റ അടി. ആ ഒരു അടിയില് അതിന്റെ കാറ്റ് പോയി അങ്ങനെ താഴെ വീണ് കിടക്കും. ബോധം വരുമ്പോ ലൂഫി അതിനെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ അതിന്റെ പുറത്തായിരിക്കും അങ്ങനെ ട്രാവൽ ചെയ്ത് വരിക. സാഞ്ചി ആണെങ്കില് നാമിയുടെ പേര് വിളിച്ച് കൂവിക്കൊണ്ടേയിരിക്കും. പക്ഷെ എവിടെ നിന്നും അവനൊരു റെസ്പോണ്ടും കിട്ടില്ല. അപ്പോഴായിരിക്കും ലൂഫി അവനെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുക. ഒരു മരവും അതിന്റെ തൊട്ടടുത്തായി ഒരു കുതിരയും. അവറ്റകൾ രണ്ടും ഇപ്പൊ വെള്ളം അടിക്കുകയാണ്. ഉടനെ ലൂഫി അവൻ ആ മൃഗത്തിന്റെ മുകളിൽ നിന്ന് ചാടി താഴേക്കിറങ്ങും. അതിനുശേഷം ആ മരത്തിന്റെ പിന്നാലെ ഓടുകയാണ്. മരമാണെങ്കിൽ ലൂഫിയെ കണ്ട് പേടിച്ച് 100-110 മുൻപോട്ട് കുതിക്കും. മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കി അവനാണെങ്കിൽ ആ കുതിരയുടെ പിന്നാലെ ഓടും. അങ്ങനെ ലൂഫിയും ഫ്രാങ്കിയും ഒരുപാട് ദൂരം മുൻപോട്ട് ഓടി മരത്തിനെയും ആ കുതിരയെയും രണ്ടുപേരെയും കീഴടക്കും. ലൂഫി ചോദിക്കും, നീ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നോ? അത് കേട്ട് സോറയും സാഞ്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോ ആ മാൻഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ ആ ഡോക്ടർ ആളെ ഇൻവിസിബിൾ മാനോട് ദേഷ്യപ്പെടുകയാണ്. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? നീ എന്തിനാ ആ പെണ്ണിനെ അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയെ? അതിനവൻ പറയും, ഒരുപാട് കാലായി ഞാൻ സിംഗിൾ ആയിട്ട് ജീവിക്കുന്നു. എനിക്കൊരു പാർട്ട്ണർ ആവശ്യമാണ്. എനിക്ക് ആക്ച്വലി ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ആ പെണ്ണിന്റെ അടുത്തേക്ക് പോയത്. അപ്പോഴായിരിക്കും ഡോക്ടർ പറയാ, അവര് നീ കരുതും പോലെ നിസ്സാരപ്പെട്ട ആൾക്കാരല്ല. അവർക്ക് മൊത്തം 100 മില്യൺ ബറീസ് ഉള്ള ഒരു വലിയ പൈററ്റ് ഗ്യാങ് ആണ്. അതിലെ മെയിൻ ലീഡർ ആ ലൂഫി. അവന് പോലും 300 മില്യൺ ബറിയുണ്ട്. അവരെങ്ങനെയൊക്കെയോ ആണ് ഇപ്പൊ നമ്മുടെ ട്രാപ്പിൽ കറക്റ്റ് ആയിട്ട് വന്നു വീണത്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഒരു കാരണവശാലും പാഴാക്കാൻ പാടില്ല. സോ ഇന്ന് നമുക്ക് ഉറക്കമില്ല. അവരെങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നാലോചിച്ച് കണ്ടുപിടിച്ച് അതനുസരിച്ച് ചെയ്യണം. കട്ട് ചെയ്താ ഇവിടെ ഉസോപ്പ് അവൻ തറപ്പിച്ചു പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. ഇൻവിസിബിൾ മാൻ അങ്ങനെ ഒരാളില്ല. ഇനി ഇൻ കേസ് നീ പറയും പോലെ ഇൻവിസിബിൾ മാൻ അവനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോ അവനെ ഞങ്ങളും കാണേണ്ടതല്ലേ? അതിനെ നാമിയാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അവൻ ഇൻവിസിബിൾ ആണ്, അവനെ കാണാനായിട്ട് കഴിയില്ല, ഫീല് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ ഉസോപ്പിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഉസോപ്പ് അവനാണെങ്കിൽ വമ്പ കാൽക്കുലേഷനിലാണ്. എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ഫീൽ ചെയ്തത് അത് ഇൻവിസിബിൾ മാന്റെ പവർ അല്ല, മറിച്ച് ഏതൊക്കെയോ ചില ബേർഡ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സോംബീസ് എന്ന് പറഞ്ഞ് കണ്ടവര് അവർ ആക്ച്വലി സോംബീസ് അല്ല, ഈ കാട്ടിലുള്ള ചില ട്രൈബൽ ടീമാണ്. ആ ബ്രൂക്ക് എന്ന് പറഞ്ഞവൻ മരിച്ചു പോയവൻ തന്നെയാണ്. പക്ഷെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളതുകൊണ്ട് അവൻ വീണ്ടും ജീവിച്ചു വന്നു. സോ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളവർക്ക് മാത്രമേ മരിച്ചുപോയ വീണ്ടും ജീവനോട് കൂടെ തിരികെ വരാൻ കഴിയൂ. ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് അല്ലേ ചോപ്പർ? അത് കേട്ട് ചോപ്പറിനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കും. ഉടനെ അവൻ പറയും, എനിക്കും അൺയൂഷ്വൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഡോക്ടറിനെ അദ്ദേഹത്തെ ഈ ലോകം മുഴുവനുള്ള എല്ലാവർക്കും ഒരുപാട് വിശ്വാസമാണ്. ഡോക്ടർ അദ്ദേഹം ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നാമിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൾ അടുത്തുള്ള ഒരു ഫോട്ടോയിലേക്ക് നോക്കും. എന്നിട്ട് ആളോട് ചോദിക്കും, ഇവിടെ എന്താ നടക്കണേ? എനിക്ക് മാത്രമാണോ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിയേർഡായിട്ടും ക്രീപ്പി ആയിട്ടും തോന്നണേ? എന്തായാലും കുഴപ്പമില്ല, ലൂഫിയും ടീമും ഉറപ്പായിട്ടും ഞങ്ങളെ അന്വേഷിച്ച് ഇവിടേക്ക് വരുന്നു പറഞ്ഞ് അവള് നടന്നു പോകും. അവള് പോയ അടുത്ത സെക്കൻഡ് ആ ഫോട്ടോയിലുള്ള ആളുടെ കണ്ണുകള് അത് നാമിയെ നോക്കും. നമ്മുടെ 3 ആശാമാരും ഇപ്പൊ മെയിൻ എൻട്രൻസിലേക്ക് വന്ന് ഡോക്ടറെ വിളിക്കാൻ തുടങ്ങും. അടുത്ത നിമിഷം ലൈറ്റ് കത്തും. അതിന്റെ തൊട്ടു മുകളിലായി ആ വവ്വാല്. അത് ചോദിക്കും, ഓ നിങ്ങൾ സേഫ് ആയിട്ട് ഇവിടേക്ക് എത്തിയല്ലേ? ഉസോപ്പിനാണെങ്കിൽ അതിനെ കണ്ട് കാലി സഹിക്കാനാവില്ല. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുൻപിൽ വരും. ഞങ്ങളെ ചുടുകാട്ടിൽ ഉപേക്ഷിച്ച് നീ രക്ഷപ്പെട്ടില്ലേ? പക്ഷെ വവ്വാലാണെങ്കിൽ എന്തൊക്കെയോ നുണയൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ നാമി അവളാണെങ്കിൽ അവന്റെ ഓരോ നുണയും ഒളിച്ച് കയ്യിൽ കൊടുക്കാണ്. ആ വവ്വാലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കാല് പിടിച്ച് കെഞ്ചും, ദയവായി എന്നെ വിശ്വസിക്കണം, നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള റൂം അത് ഞാൻ കാണിച്ചു തരാന്ന് പറയും. പക്ഷെ അപ്പോഴേക്കും
മറ്റൊരു ശബ്ദം അവിടെ കേൾക്കാൻ തുടങ്ങും. അത് കേട്ട വവ്വാല് പോലും ഇപ്പൊ നടുങ്ങി വിറയ്ക്കാണ്. ഉടനെ അടുത്തുള്ള ഒരു ഫോട്ടോയിൽ നിന്ന് ഒരു ലേഡി പുറത്തേക്ക് വരും. അതാണെങ്കിൽ അതിന്റെ വായൊക്കെ തുറന്ന് കൈയൊക്കെ നീട്ടി നമ്മുടെ ആൾക്കാരെ പിടിക്കാൻ വരും. ആ ഫോട്ടോയിലുള്ള ലേഡി അത് ചോപ്പറിനെ തൂക്കിയെടുത്ത് ആ ഫോട്ടോയിലേക്ക് തിരികെ പോകാൻ ശ്രമിക്കും. അത് കണ്ട നാമി അവള് ഫുൾ ഫോഴ്സില് ചോപ്പറിനെ തിരികെ പിടിച്ചു വലിക്കും. മറ്റൊരു ഭാഗത്ത് ഒരു പന്നി വലിയ വലിയ സ്ക്വാഡൊക്കെ എടുത്ത് ഉസോപ്പിന് നേരെ വലിച്ചെറിയും. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഉസോപ്പ് ആണെങ്കിൽ പേടിച്ച് നിലവിളിച്ച് കരയാൻ തുടങ്ങും. ആ ലേഡി ആണെങ്കിൽ ചോപ്പറിനെ തൂക്കിയെടുത്തെറിയും. അവനാണെങ്കിൽ ആ ഷാൻലിയറിൽ പോയി വീണ് അതിലുണ്ടായിരുന്ന തീ താഴേക്ക് വീഴാണ്. തീ അവിടെയുള്ള ഓരോ ഫോട്ടോയിലും മാറ്റിലും ഒക്കെ കത്തിപ്പടരും. അതുകൊണ്ട് അവിടെ തൂക്കിയിട്ടിരുന്ന ഫോട്ടോയിലുള്ള ആൾക്കാര് അവർ നിലവിളിക്കും. കറക്റ്റ് ടൈം ഉസോപ്പിന് അവരുടെ വീക്ക്നെസ് പിടികിട്ടും. അവൻ ഒരുപാട് കാൻഡിൽസ് എടുത്ത് ചുറ്റും പുറവും വലിച്ചെറിയും. അതിനുശേഷം അവര് 3 പേരും ഡോർ തുറക്കാൻ ആ ഡോറിന്റെ അടുത്തേക്ക് വരാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ വലിയ ഡോറ് അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന സോംബീസ് മുഴുവൻ നമ്മുടെ ആൾക്കാരെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.